ഇല്ല, അദ്ദേഹം ഭയങ്കര പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം അത് പെട്ടെന്നിങ്ങനെ നോക്കി. അത് എങ്ങനെ, ഞാൻ പറഞ്ഞു നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് പത്മശ്രീ കിട്ടിയായിരുന്നു. അപ്പോൾ രാത്രിയിൽ അത്താഴം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ഓർക്കുന്നു പത്മശ്രീയുടെ. അപ്പോൾ പിന്നെ പറഞ്ഞു ഡൽഹിയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് പോയി. വരുമ്പോൾ കോൺടാക്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു. പ്രത്യേകിച്ച് പിന്നെ കൂടുതൽ സംസാരിച്ചില്ല. ജനാധിപത്യം എന്ന് വളരെ നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു നല്ലൊരു സിസ്റ്റമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇലക്ഷന് നിൽക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ടാണ് അങ്ങയുടെ പേര് കുറച്ച് സജീവമായിട്ട് കേൾക്കുന്നത്. ആണോ? എൻ്റെ അടുത്ത് ഇതുവരെ ആരും നേരിട്ട് ചോദിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ ഇപ്പോഴേ ഇലക്ഷന് മത്സരിക്കാനുള്ളൊരു ഉദ്ദേശമില്ല. എന്തായാലും മത്സരിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ആലോചനയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത്? ഇല്ല, ഞാൻ പൊതുവെ ഈ ഇലക്ഷൻ മത്സരം നേരത്തെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ ചില സംസാരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ പൊതുരംഗത്തെ മത്സരത്തിനോട് ഇലക്ഷൻ മത്സരിക്കുന്നതിന് ഒരു വലിയൊരു ഉത്സാഹം എനിക്കില്ല. പക്ഷേ ജനാധിപത്യത്തിനോട് ഞാൻ സമ്പൂർണ്ണ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. 6 വർഷത്തിലൊരിക്കൽ ദൃശ്യമാകുന്ന അപൂർവ കാഴ്ചാവിരുന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷദീപം. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനമുണ്ടായി. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കാൻ തിരുവിതാംകൂർ രാജകുടുംബാംഗമായിട്ടുള്ള ആദിത്യവർമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ലക്ഷദ്വീപ് ഇത്തവണ പതിവിൽ കൂടുതൽ, അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാളൊക്കെ കൂടുതൽ വലിയൊരു ജനസഞ്ചയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്? ഒരു പരിപൂർണ്ണ വിജയം തന്നെയായിരുന്നു അല്ലേ? പരിപൂർണ്ണ വിജയമായിരുന്നു തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്കൊരുപാട് അഡ്വർടൈസ്മെൻ്റ് അല്ല, പോപ്പുലാരിറ്റി കിട്ടി. എന്നുവെച്ചാൽ പല ചാനൽസും എല്ലാ ചാനൽസും ഒരുപോലെ സഹകരിച്ചു. അതാണ് ഏറ്റവും വലിയ വിജയം. പിന്നെ ജനങ്ങളുടെ പങ്കാളിത്തം ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള മഠാധിപതികൾ, ഇപ്പോൾ മന്ത്രാലയ അവിടുത്തെ മെയിൻ മഠാധിപതി, പിന്നെ ജീറന്മാർ, അങ്ങനെ ഇന്ത്യയിലെ എല്ലായിടത്തുനിന്നും ഒരുപാട് പേര് ആദ്യമായിട്ടാണ് ഇപ്രാവശ്യം പങ്കുകൊള്ളാൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ചേർത്ത് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഈ പാസുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കൊരു കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? കാരണം അങ്ങനെ ഒരു പ്രശ്നം സാധാരണഗതിയിൽ ഉണ്ടാവാത്തതാണ്. പക്ഷേ ഇക്കുറി അതൊരു വലിയ ചർച്ചയായി. പാസ് ഇപ്രാവശ്യം ഓൺലൈൻ പാസ്സാണ്, ബാർകോഡഡ് പാസ്സാണ്. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിൽക്കാനുള്ളൊരു പരിമിതി ഉണ്ടല്ലോ. മാക്സിമം പോയൊരു 17,000-18,000 പേരാണ്. പിന്നെ അത് എത്ര നമ്മൾ കൊടുത്താലും ആൾക്കാർ ഇനിയും വേണമെന്ന് പറയും. അപ്പോൾ കിട്ടാത്തവർ കുറേ പേരുണ്ട്. പിന്നെ ചില പാസുകൾ കുറച്ച് ആൾക്കാർക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല, അപ്പോൾ അവർക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഏത് വന്നാലും വിമർശനങ്ങൾ വരും. എന്നാലും കഴിയുന്നതും ആൾക്കാരെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പരാതികളൊക്കെ പരിഹരിച്ച് തന്നെ വന്നവരുടെയൊക്കെ ഒരുമാതിരിപ്പെട്ട പരാതികൾ പരിഹരിച്ചു. പിന്നെ പോരാത്തതിന് 15ഉം 16 പാസ്സില്ലാതെ ലൈറ്റ് കാണാമെന്ന്. ശരിക്കും അന്ന് അവിടെ വല്ല പോയിരുന്നെങ്കിൽ ഭയങ്കര, എനിക്ക് ലക്ഷദ്വീപത്തിന് അന്നത്തെക്കാട്ടിൽ കൂടുതൽ ജനങ്ങൾ പിറ്റേ 2 ദിവസങ്ങളിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര ജനമായിരുന്നു. ആൾക്കാർക്ക് പൊതുവെ ഒരു വാം വെൽക്കം ആയിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവ് ഉണ്ടായത്. പ്രധാനമന്ത്രി അതിന് ശേഷം വന്നു. പക്ഷേ ക്ഷേത്ര സന്ദർശനം നടത്താനുള്ള സമയപരിമിതിയുടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരം പൊതുവെ ഒന്ന് ലൈവായിട്ട് നിൽക്കുന്നൊരു സമയം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അദ്ദേഹം വന്നിരുന്നു. കറക്റ്റ് സമയത്തിന് വന്നു. അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ തൊഴാൻ ഞാനും കൂടെ പോയി ക്ഷേത്ര ദർശനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഓഫീസിൽ വന്നൊരു 5 മിനിറ്റ് ഇരുന്നു, കുറച്ച് കുശലമൊക്കെ സംസാരിച്ചു. പിന്നെ അദ്ദേഹം വേറെ അദ്ദേഹത്തിൻ്റെ ബാക്കി പ്രോഗ്രാമിന് പോയി. കൗതുകത്തിന് ചോദിക്കുന്നതാണ്, രാഷ്ട്രീയം സംസാരിച്ചോ? രാഷ്ട്രീയമായിട്ട് സംസാരിച്ചില്ല. അദ്ദേഹം ഭയങ്കര പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹം അത് പെട്ടെന്നിങ്ങനെ നോക്കി. അത് എങ്ങനെ, ഞാൻ പറഞ്ഞു നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് പത്മശ്രീ കിട്ടിയായിരുന്നു. അപ്പോൾ രാത്രിയിൽ അത്താഴം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ ഓർക്കുന്നു പത്മശ്രീയുടെ. അപ്പോൾ പിന്നെ പറഞ്ഞു ഡൽഹിയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് പോയി. വരുമ്പോൾ കോൺടാക്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു. പ്രത്യേകിച്ച് പിന്നെ കൂടുതൽ സംസാരിച്ചില്ല. മറ്റൊന്ന്, ഈ പത്മതീർത്ഥത്തിൽ ഫൗണ്ടൻ എന്ന് പറയുന്ന പുതിയൊരു ആശയത്തിലേക്ക് വരുന്നു. അതിനൊരു സ്പോൺസർഷിപ്പ് കിട്ടുന്നു എന്ന് കേൾക്കുന്നു. അത് എത്ര നാൾക്കുള്ളിലുണ്ടാവും? അതിനൊരു പ്രോജക്റ്റ് ആയിട്ടുണ്ടോ? ഉണ്ട്. ഒരാൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇത് ലൈറ്റ്സ് വെച്ചിട്ട് പിന്നെ ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യുന്ന പുതിയൊരു ടെക്നിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് പുരാണങ്ങളുടെ കഥകളും എല്ലാം കാണിക്കാം. മഹാഭാരതം, രാമായണം, അങ്ങനെ അല്ലെങ്കിൽ ദശാവതാരം, അങ്ങനെ നമുക്ക് ഇപ്പോൾ അമ്പലത്തിൻ്റെ ആറാട്ടിൻ്റെ വീഡിയോസും തന്നെ ഇതെല്ലാം കാണിക്കാൻ ഒരു ടെക്നോളജി വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു സ്പോൺസർ ഏകദേശം റെഡിയായി. പിന്നെ അതിൻ്റെ ഡിസൈനും എങ്ങനെ ചിത്രമൊക്കെ എങ്ങനെയാണെന്ന് കമ്മിറ്റിയിൽ വെച്ചിട്ട് എല്ലാവരുടെയും അനുമതിയോട് കൂടി എനിക്ക് തോന്നുന്ന ഒരു 3-4 മാസത്തിനകം നമുക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ പറ്റും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്നും ഇതുപോലെ ലൈവായിരിക്കും. എന്താണ് അക്ഷരധാമ കണ്ടില്ല, ഡാൻസിങ് ഫൗണ്ടൻ, അത് ഡാൻസിങ് ഫൗണ്ടനാണ്. ഇതിൽ ഇമേജസും കൂടെ വരും. പറയുമ്പോൾ എളുപ്പമാണെങ്കിൽ വലിയൊരു പദ്ധതിയാണെന്ന് തോന്നുന്നത്. വലിയ പദ്ധതിയാണ്. കുറച്ച് രൂപ ചിലവുള്ള ഒരു പദ്ധതിയാണ്. അത് എനിക്ക് വടക്കേന്ത്യയിൽ നിന്ന് ഒരാളാണ് ഇപ്പോൾ സ്പോൺസറായിട്ട് വന്നിരിക്കുന്നത്. സംസാരം നടക്കുന്നുണ്ട്. എത്രയും വേഗം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും ഒടുവിൽ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ 29-ാം തീയതി പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നു പറഞ്ഞു. 31-നാണ് മത്സരം. അതിന് 2 ദിവസം മുമ്പ് ക്ഷേത്രം സന്ദർശിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ മെയിൽ വന്നു. അപ്പോൾ അതിന് തയ്യാറെടുപ്പുകൾ വേണം, കാരണം സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ വരുന്നു എന്നുള്ളൊരു വലിയൊരു ആകാംക്ഷ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് കൂടിയുണ്ട്. ഉണ്ട്. അത് ഞാനും എനിക്ക് ഇന്നലെയൊക്കെയാണ് അറിഞ്ഞത് കൺഫർമേഷൻ. തീർച്ചയായിട്ടും ഞാൻ അവരെ പോയി കാണാൻ അമ്പലത്തിൽ വരുമ്പോഴേ റിസീവ് ചെയ്യാനും പരിചയപ്പെടാനും ഉദ്ദേശിക്കുന്നുണ്ട്. വലിയൊരു കാര്യമല്ലേ അവരിവിടെ വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെ ഭാഗമാകും. ഉണ്ട് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. എനിക്ക് അത് സെക്യൂരിറ്റിക്കാരൊക്കെയാണ് നോക്കുന്നത്. മറ്റൊരു കാര്യം, അവസാനത്തെ ചോദ്യമാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. വളരെ സജീവമായി ഒരുപാട് ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നൊരു സമയം കൂടിയാണ്. സിനിമാ താരങ്ങളുടെ പേരുകൾ പറയാറുണ്ട്, എഴുത്തുകാരുടെ പേര് പറയാറുണ്ട്. പക്ഷേ പതിവില്ലാത്ത രീതിയിൽ ഇത്തവണ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ആദിത്യവർമ്മയുടേത് കൂടിയാണ് എന്നുള്ളതാണ്. ചില മണ്ഡലങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ടോ? ജനാധിപത്യം എന്ന് വളരെ നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു നല്ലൊരു സിസ്റ്റമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇലക്ഷന് നിൽക്കുന്നതായിട്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ടാണ് അങ്ങയുടെ പേര് കുറച്ച് സജീവമായിട്ട് കേൾക്കുന്നത്. ആണോ? എൻ്റെ അടുത്ത് ഇതുവരെ ആരും നേരിട്ട് ചോദിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ ഇപ്പോഴേ ഇലക്ഷന് മത്സരിക്കാനുള്ളൊരു ഉദ്ദേശമില്ല. എന്തായാലും മത്സരിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ആലോചനയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത്? ഇല്ല, ഞാൻ പൊതുവെ ഈ ഇലക്ഷൻ മത്സരം നേരത്തെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ ചില സംസാരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ പൊതുരംഗത്തെ മത്സരത്തിനോട് ഇലക്ഷൻ മത്സരിക്കുന്നതിന് ഒരു വലിയൊരു ഉത്സാഹം എനിക്കില്ല. പക്ഷേ ജനാധിപത്യത്തിനോട് ഞാൻ സമ്പൂർണ്ണ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, കേരളത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ ഓഫറുകളുമായിട്ട് അല്ലെങ്കിൽ ഒരു സീറ്റുമായിട്ടൊക്കെ മുന്നോട്ട് വരുമല്ലോ. സ്വാഭാവികമായിട്ടും മുൻ വർഷങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായാൽ അത് പൂർണ്ണമായിട്ടും നിരസിക്കുമെന്നുണ്ടോ, അതെയോ ആലോചിക്കുമോ അതിനെ? അതിനെങ്കിലും ആര് വരുന്നു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ആലോചിച്ചിട്ട് പറയാം. താങ്ക് യു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ടീം അംഗങ്ങൾ 29-ാം തീയതി പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുമെന്നുള്ളതാണ്. അതിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ. ഒപ്പം തന്നെ ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ കൂടി പങ്കുവച്ചിരിക്കുകയാണ് ആദിത്യവർമ്മ റിപ്പോർട്ടറിനോട്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.